ചുവപ്പ് ചുവപ്പ് പിന്നെ പാസ്പോർട്ട് കണ്ടല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അപ്ലൈ ചെയ്യാതിരുന്നെ? അല്ല, ആ സമയം അതിൽ വേറെ സംഗതിയുണ്ട്. കാരണം അന്ന് ഈ ഓൺലൈൻ സമ്പ്രദായം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ അതോറിറ്റിയിലേക്കും നമ്മൾ നേരിട്ട് പോകണം. ഉപ്പാന്റെ ഒരു അങ്ങനെ തന്നെ വേണേൽ പറയാം, ഉപ്പാന്റെ ഒരു നിർബന്ധത്താലാണ് ഞാൻ മുന്നോട്ട് പോയത്. അതേസമയം ഉമ്മ എൻ്റെ ഇതിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് പോകണം. അതിൽ വേറെ എനിക്ക് അഡ്രസ്സൊന്നും വേണ്ടി വരില്ല. ജാസിർ PP, നിയർ കടൽപ്പാലം, വടകര പോസ്റ്റ്, ഇത്രയാണ് അഡ്രസ്സ് വേണ്ടിയുള്ളൂ. 10ാം ക്ലാസ് പാസ്സായത് പോലും നാട്ടിൽ വലിയൊരു അഭിമാനമായിരുന്നു. 3rd ക്ലാസ്സിൽ പാസ്സായത് പോലും ഇൻവെസ്റ്റർ ഉണ്ട്, ഐഡിയ ഉണ്ട്, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ബഹ്റൈനിൽ നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ A to Z കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുന്ന, ഡോക്യുമെൻ്റ് ക്ലിയറൻസ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ജാസിർ PP നമ്മുടെ കൂടെ ഇന്നുണ്ട്. അദ്ദേഹം വൈബ് കൺസൾട്ടൻസി സർവീസുമായിട്ടുള്ള എൻ്റെ മാനേജിങ് പാർട്ണറാണ്. ഇന്ന് ലീഡേഴ്സ് ലോഞ്ചിൽ എത്തിയിട്ടുള്ളത് ജാസിർ വടകര. വെൽക്കം. 10 വർഷം മുമ്പേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എത്തിയ ഒരു പൊസിഷനായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ എത്തിയ പൊസിഷൻ 10 വർഷം മുമ്പ് കമ്പനിപരമായിട്ട് ഞാൻ ഇപ്പോൾ ഈ ഫീൽഡിൽ, കൺസൾട്ടൻസി ഫീൽഡിൽ ധാരാളം ആളുകൾക്ക് കമ്പനി ഫോം ചെയ്ത് കൊടുത്തു. ഇപ്പം കുറച്ചും കൂടിയൊക്കെ അതിൻ്റെ ആ ഒരു ഫീൽഡിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പോകാനും എല്ലായിടത്തും എത്തിപ്പെടാനും ആളുകളായിട്ടൊക്കെ, പ്രത്യേകിച്ച് ഈ ഒരു ലോയേഴ്സ് ഫീൽഡിലായിക്കോട്ടെ, കൺസൾട്ടൻസി നമ്മൾ നോട്ടറി ചെയ്യുന്ന ഫീൽഡിലായിക്കോട്ടെ, ബാങ്ക് പരമായിക്കൊള്ളട്ടെ, അതുപോലെ കുറേ ആളുകളൊക്കെ പരിചയപ്പെടാനൊക്കെ പറ്റി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒരു വർക്കിംഗ് സ്പേസിൽ നിന്ന് സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ്സിലേക്ക് വരുമ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വർക്ക് സ്പേസിൽ നിന്ന് സ്വന്തമായിട്ട് അതൊരു അസ്തിത്വം തന്നെയാണ് അത് ശരിക്കും. പിന്നെ എല്ലാ നിലക്കും നമുക്കൊരു ഫ്രീഡം, അത് ആ തരയിൽ ബിസിനസ് ഫീൽഡിൽ പ്രത്യേകിച്ച് അതിലൊരു ഇൻവോൾവ്മെൻറ്റിനോടൊപ്പം തന്നെ മറ്റുള്ള രംഗത്തൊക്കെ അതിൽ എൻഗേജ് ആകാൻ പറ്റുന്നു എന്നുള്ളത് അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ വലിയൊരു സംഗതി തന്നെയാണ്. അതിൽ അതോടൊപ്പം തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ആളുകളായിട്ടൊക്കെ. പിന്നെ പുറത്തുള്ള ടീമുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ളട്ടെ, ഇനി അതല്ലെങ്കിൽ പിന്നെ മറ്റ് രംഗങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ബിസിനസ് രംഗത്ത് നോട്ടറി പരമായിക്കൊള്ളട്ടെ, ബാങ്ക് പരമായിക്കൊള്ളട്ടെ, ഇവിടുത്തെ മിനിസ്ട്രി പരമായിട്ടുള്ള മറ്റ് അതോറിറ്റി ആയിട്ടൊക്കെ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഇത് തന്നെയാണ്. ഡോക്യുമെന്റ് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അതെന്താണ്? ഡോക്യുമെന്റ് ക്ലിയറൻസ് എന്ന് പറയുന്നത് ശരിക്കും അത് അതിൻ്റെ വേറൊരു സംഗതി കൂടി ഉണ്ട്. അത് മിനിസ്ട്രിപരമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഇടക്കാലത്ത് അതൊരു ഒരു കോവിഡ് ടൈമിൻ്റെ മുമ്പ് അത് നമുക്കൊക്കെ അലൗഡ് ആയ ഒരു സംഗതിയായിരുന്നു ഡോക്യുമെന്റ് ക്ലിയറൻസ്. അതെന്ന് പറഞ്ഞാൽ എല്ലാ വർക്കുകളും അതിൽ ചെയ്യാം. ഇവിടെ മിനിസ്ട്രി പരമായിക്കോട്ടെ, ഗവൺമെൻറ് പരമായിട്ടുള്ള എല്ലാ സംഗതികളും അത് ചെയ്യാം. അപ്പോൾ ആ നിലയിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളായിരുന്നു നമ്മളും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ ബഹ്റൈനികളുടെ മാത്രം 100% വരുന്ന സംഗതിയായിരുന്നു. അവർ ചെയ്യുന്നൊരു വർക്കായിരുന്നു. പിന്നീട് അവരുടെ അടുത്തുനിന്ന് ഒരു പരാതി പോവുകയും, എന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, ആ പരാതി പോവുകയും പിന്നീട് അത് ഒന്ന് മെർജ് ചെയ്തിട്ട് ഗവൺമെൻറ് ട്രാൻസാക്ഷൻ ഓൺലി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിലേക്ക് മെർജ് ചെയ്തു. അപ്പോൾ നമുക്കത് ഉണ്ട്, പക്ഷെ അതിൽ ചെറിയ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊരു കുറച്ച് പരിമിതി ഉണ്ട് എന്ന് മാത്രം. പക്ഷെ അതേസമയം തന്നെ നമ്മൾ എല്ലാ വർക്കുകളും ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതോടൊപ്പം തന്നെ നമുക്ക് ബഹനീയങ്ങളുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, അതിലുള്ള എല്ലായിടത്തും എത്തിപ്പെടാനുള്ള വർക്കുകളുണ്ട്. നമുക്ക് ഇവിടെ ഗവൺമെൻറ് അതോറിറ്റിപരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ പ്രശ്നത്തിലാക്കുന്ന എല്ലാ സംഗതികളും ചെയ്യാനുള്ള ഒരു ലീഗൽ സംഗതിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാലം വർക്ക് ചെയ്തു, പിന്നെ ബിസിനസ് ചെയ്ത ഒരാളല്ലേ? അതെ അതെ. അപ്പോൾ ആ വർക്ക് ചെയ്ത ഒരു പീരീഡ് ഓഫ് ലൈഫിൽ നിന്ന് പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുമ്പോഴുള്ള, അല്ലെങ്കിൽ ആ ഒരു വർക്ക് ലൈഫിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? അങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാൻ വന്ന ഒരു രംഗം കൂടി ഒന്ന് പറയുന്നതായിരിക്കും. വന്നത് 2006 ഞാനിവിടെ വന്നത്, ബഹ്റൈനിൽ വന്നത്. അത് ഇവിടെ ഒരു ഷിഫേൻ്റെ അടുത്തുള്ള ഒരു കോപ്പി സെൻ്ററാണ്. പക്ഷെ അവിടെ ഈ ഒരു മനാമ ഭാഗത്ത് അങ്ങനെ തന്നെ പറയാം, മനാമ ഭാഗത്ത് അറബിക്ക് ഇംഗ്ലീഷ് പരമായിട്ടുള്ള ഏക സ്ഥാപനമായിട്ടാണ് അത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനാമ ഭാഗത്തുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വന്ന ആ സമയത്ത് എൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇവിടത്തെ പാകിസ്ഥാനി, ഇന്ത്യൻ, ഈ കേരള ഉൾപ്പെടെ മറ്റു നാടുകളിലുള്ള ആളുകൾക്കൊക്കെ ഇവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ഒരു സമയത്തായിരുന്നു.
ധാരാളം പേർക്ക് പൗരത്വം കിട്ടിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് അറബിക്കിൽ ലെറ്റർ അടിക്കലായിരുന്നു എൻ്റെ ജോലി. ഞാനിവിടെ വന്നതും ആ തരത്തിലുള്ള അറബിക് ടൈപ്പിംഗ് വിത്ത് ട്രാൻസ്ലേറ്റർ എന്ന രീതിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ വന്ന് ലെറ്റർ അടിച്ചു കൊണ്ടുപോകും. അവരെ ഇന്റർവ്യൂ ഇവിടുത്തെ അതോറിറ്റിയായിട്ട് കിട്ടുകയും അത് നടത്തുകയും അവർക്ക് ബഹ്റൈനി പാസ്പോർട്ട് കിട്ടുകയും അത് നേരിട്ട് തന്നെ ആ ചുവന്ന ആ പാസ്പോർട്ട് നമ്മൾക്ക് നേരിട്ട് കാണിച്ചു തരികയും നമുക്ക് മധുരം തരികയൊക്കെ ചെയ്യുന്ന വല്ലാത്ത അനുഭവമായിരുന്നു ആ സമയത്ത്. ഒരു ഒരു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ടൈപ്പിംഗ് ഫീൽഡിൽ ആയിരുന്നു എൻ്റെ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 4 വർഷത്തോളം അവിടെ ജോലി ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ വേറൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അവിടെയും ഈ തരത്തിൽ ടൈപ്പിങ്ങും ഷട്ടറും ഒക്കെ ആയതിനു ശേഷം അവിടെ 1, 2 പേര് വന്നിട്ട് നമ്മൾ നിലവിലുള്ള ഒരു ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ മെമ്മോറണ്ടം ആ ഒരു സംഗതി എന്നെ പരിചയപ്പെടുത്തുകയും അതിൻ്റെ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നീട് ഞാൻ അവിടെ ഒരു വർഷം പൂർത്തിയായതിനു ശേഷം അവർ എന്നെ വിളിക്കുകയും ആ ഒരു ജോലിയിലേക്ക് പ്രത്യേകിച്ച് ഈ ഒരു എൻ്റെ ഒരു ഫീൽഡിലേക്ക് CR പരമായിട്ടുള്ള കമ്പനി ഫോർമേഷൻ പരമായിട്ടുള്ള അതിൻ്റെ അമെൻമെൻറ്റും കാര്യങ്ങളിലേക്കുള്ള അതിലേക്ക് ഞാൻ പോയത്. അവിടെ ഞാൻ ഏകദേശം ഒരു 2 വർഷത്തോളം ജോലി ചെയ്തു. ചുവപ്പ് പിന്നെ പാസ്പോർട്ട് ഉണ്ട് അല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യാതിരുന്നത്? അല്ല ആ സമയം അതിൽ വേറെ സംഗതി ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മിനിമം 20 വർഷം ഇവിടെ പൂർത്തിയായ ആളുകൾക്കൊക്കെ കൊടുത്തിരുന്നു ആ സമയത്തൊക്കെ തന്നെ. കാരണം മലയാളികൾ ഉൾപ്പെടെ പാസ്പോർട്ട് കിട്ടിയ അനുഭവം ഉണ്ടായിരുന്നു. ആ അതിൽ ചില ആളുകൾക്ക് കിട്ടും, മക്കൾക്ക് കിട്ടൂല, ചില കിട്ടും, ചില അവർക്ക് വൈഫിന് കിട്ടൂല. അപ്പോൾ അവരൊക്കെ അവരെ അപ്ലൈ ചെയ്യുകയും അവർക്കൊക്കെ കിട്ടിയതായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ശേഷം പിന്നെ ഈ ഡോക്യുമെന്റ് ക്ലിയറൻസ് ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അതിനുശേഷം വേറെ എവിടെ വർക്ക് ചെയ്തത്? ഞാൻ വർക്ക് ചെയ്തത് എക്കോ ഡോക്യുമെന്റ് ക്ലിയറൻസ് എന്നുള്ള സ്ഥാപനത്തിലായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഈ ഒരു കമ്പനി ഫോർമേഷൻ എന്ന് പറയുന്നത് അതൊരു ഹെവി ആയിരുന്നു ആളുകൾക്ക്. എന്ന് വെച്ചാൽ ഒരു ആ സമയത്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20,000 ബഹ്റൈനി ദിനാർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫീൽഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്കണോമിക്കലായിട്ട് നല്ലൊരു ഇതുള്ള ആളുകൾ മാത്രമേ ഇതിൽ ഇൻവോൾവ് ആവും. അപ്പോൾ അവർ ഈ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അതിൻ്റെ ആ സമയത്ത് നല്ലൊരു നമുക്ക് സർവീസ് ചാർജും നല്ല വർക്കുണ്ടായിരുന്നു. അന്ന് ഈ ഓൺലൈൻ സമ്പ്രദായം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ അതോറിറ്റിയിലേക്കും നമ്മൾ നേരിട്ട് പോകണം. ആ സമയത്ത് ഞാൻ തന്നെ പലപ്പോഴും പോയിരുന്നു. സീഫിലായിരുന്നു അവരെ ഓഫീസും കാര്യങ്ങളും, മിനിസ്ട്രിയുടെ ബഹ്റൈൻ ഇൻവെസ്റ്റർ സെൻറ്റർ എന്ന് പറയുന്നത്. അവിടെ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയും പേപ്പർ വെരിഫിക്കേഷൻ നൽകുകയും അവിടെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ അപ്ലൈ ചെയ്യുകയും അതിനുശേഷം ബാങ്കിൽ പോവുകയും ഒക്കെ അങ്ങനെ ഒരു ഓഫ്ലൈൻ ആയിക്കൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ കുറേ ആളുകളൊക്കെ പരിചയപ്പെടാനും ഒക്കെ തന്നെ ആയിരുന്നു. പിന്നീടാണ് ഓൺലൈനിലേക്ക് മാറിയത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇതൊക്കെ പഠിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ടോപ്പോസ് ബിസിനസ് ബ്യൂറോ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അവിടെയും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് ഞാൻ സെൽഫിലേക്ക് പോയത്. ചെറുപ്പകാലത്ത് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുമെന്ന് അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഗൾഫ് എന്ന് പറയുന്നത് പോലും ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യമായി എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അതാണ് ഉണ്ടായത്. ആ സമയത്ത് തന്നെ ഞാൻ ഇവിടെയാണ് പറയുന്നത്, പ്രത്യേകിച്ച് ഗൾഫിലൊന്നും എത്തിപ്പെടുന്ന ഒരു വല്ലാത്തൊരു കടമ്പ തന്നെയായിരുന്നു. പക്ഷെ എന്തോ ഒരു ഇതിൽ അനുഗ്രഹത്താൽ എത്തിപ്പെട്ടു. ഈ ഒരു രംഗത്ത് ഇങ്ങനെയൊക്കെ എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ള വലിയ അനുഗ്രഹം. ഒരാൾ കമ്പനി ഫോം ചെയ്യണമെന്നായിട്ട് നിങ്ങളെ മുമ്പിൽ വരുമ്പോൾ എന്തൊക്കെ സർവീസുകളാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുക? നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പിന്നെ എക്സ്പാട്രിയേറ്റിന് സ്പെഷ്യലൈസ് ധാരാളം ആക്ടിവിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് കൺസൾട്ടൻസി ഫീൽഡിലായിക്കോട്ടെ, അതുപോലെ റിപ്പയറിങ്, മെയിൻ്റനൻസ് ഫീൽഡിങ്, സർവീസ് ഫീൽഡിലൊക്കെ തന്നെ 100% നമുക്ക് കിട്ടും. ഇവിടുത്തെ ലോക്കൽ പാർട്ണർ ആവശ്യമില്ല. അതേസമയം തന്നെ ട്രേഡിംഗ് ഫീൽഡ്, റെസ്റ്റോറൻറ്റ് ഫീൽഡ്, മറ്റുള്ള ഈ ഫീൽഡൊക്കെ തന്നെ നമുക്ക് ബഹ്റൈനിനെ വേണമെങ്കിൽ നമുക്കും നല്ല പരിചയമുള്ള എക്സ്പീരിയൻസ് ആയിട്ട് ഈ ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തെ ജേണിയിനിടയിൽ ഒരു 5ഓളം ബഹ്റൈനികൾ നമുക്ക് ഓൾറെഡി ഉണ്ട്. അതിൽ തന്നെ നമുക്കറിയാത്ത ആളുകൾ എക്സ്പാട്രിയേറ്റ് അവർ ബഹ്റൈനികളെ കൊണ്ടുവരുന്നതുണ്ട്. അതിൽ എടുത്തു പറയത്തക്ക എന്ന് പറയുന്നത് മുഹമ്മദ് ഖാലിദിനെ പോലുള്ള ഇവിടുത്തെ മുമ്പത്തെ MP ആയിരുന്നു. അവരുടെയൊക്കെ തന്നെ കമ്പനി ഫോം ചെയ്യാൻ പറ്റി. അവരോടൊപ്പം തന്നെ കൂടെയും അവരൊക്കെ വല്ലാത്ത എന്നെ നല്ല സന്തോഷിച്ചിരുന്നു ആ സമയത്തൊക്കെ തന്നെ. കാരണം അദ്ദേഹം ഒരു പാർട്ണറായിരുന്നു ഒരു സ്ഥാപനത്തിൽ. അവരെ പേപ്പർ വർക്കുകളൊക്കെ കാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ടൈപ്പിംഗ് ഫീൽഡിലും പിന്നെ ഇവിടുത്തെ മുമ്പത്തെ ഒരു MP ആയിരുന്നു ഈ ഇബ്തിസാം ഹിജ്രിസ് എന്ന് പറയുന്നത്. അവരെയും അവർക്കൊക്കെ തന്നെ അറബിക്കിൽ ടൈപ്പിംഗ് ചെയ്ത് കൊടുക്കാനും ഒക്കെ തന്നെ അവരും വല്ലാത്ത പ്രത്യേകിച്ച് നമ്മൾ ഈ ബഹ്റൈനികളെല്ലാവരും നോൺ ബഹ്റൈനിയായ ആളുകൾ, പ്രത്യേകിച്ച് കേരളം പോലുള്ള ആളുകൾക്കൊക്കെ അവർക്ക് ഈ ടൈപ്പിംഗ് ഫീൽഡിലൊക്കെ തന്നെ എൻ്റെ ഒരു വല്ലാത്തൊരു ഇതൊക്കെ അവർ വല്ലാതെ എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് പഠിച്ചു, എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ തന്നെ. അത് MP ആയിരുന്നു. ഞാൻ പറഞ്ഞ ഈ പ്രത്യേകിച്ച് അത് സന്ദർഭവശാൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നമുക്കിപ്പോൾ അത് എന്തൊക്കെയാണോ A to Z അങ്ങനെ തന്നെ പറയാം.
ഒരാളിവിടെ വരുന്നു, അയാൾക്ക് എന്താണ് വേണ്ടത്, അത് A to Z എല്ലാ സംഗതികളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതെല്ലാ വർക്കുകളും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന എൻക്വയറീസ് ഏതാണ്? ഏറ്റവും കൂടുതൽ വരുന്നത് ഈ കൺസൾട്ടൻസി ഫീൽഡ് തന്നെയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കൺസൾട്ടൻസി പരമായിട്ടുള്ള കാര്യങ്ങൾ, നിലവിലുള്ള കമ്പനി ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതോ അല്ലെങ്കിൽ അതിൻ്റെ അമെൻമെൻറ്റ് വർക്കുകൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, അതുണ്ടാവും. ഇപ്പോൾ CPR ഫസ്റ്റ് ടൈമിൽ CPR 1 day 2 daysനുള്ളിൽ നമുക്ക് അതെടുക്കും, റിന്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാസ്പോർട്ട് അപ്ഡേഷൻ, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇൻഡെംനിറ്റി, അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഏറ്റവും എടുത്തു പറയത്തക്ക, ഇപ്പോൾ കഴിഞ്ഞ ഒരു ലാസ്റ്റ് വീക്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻഡെംനിറ്റി ആദ്യം കൊടുത്തു, അത് കിട്ടി. രണ്ടാമത് വീണ്ടും ഈ ഒരു ഇടക്കാലത്ത് അദ്ദേഹം ജോലി ചെയ്ത വേറെ സ്ഥാപനത്തിലും കൂടി അപ്ലൈ ചെയ്തു, സെയിം തന്നെ. അപ്പോൾ 2 പ്രാവശ്യവും പുള്ളിക്ക് കിട്ടി എന്നുള്ളത്, അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. 2006 ഇവിടെ വന്നു എന്നല്ലേ അതെ. പറഞ്ഞത്? അപ്പൊ അതിന് മുമ്പ് നാട്ടിലായിരുന്നു. നാട്ടിൽ എന്തൊക്കെ ചെയ്തത്? ചെയ്തുകൊണ്ടിരുന്നത്, നാട്ടിൽ ഇടക്കാലത്ത് ടീച്ചിങ് ഫീൽഡിലായിരുന്നു. പിന്നെ ഞാൻ അതേസമയം ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. അതുപോലെ MA അറബിക്കിന് പോയിരുന്നു. MA അറബിക്ക് ഫൈനൽ ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ആ സമയത്താണ് പിന്നീട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഈ അറബിക്കും ആണ് നമ്മൾ ലൈഫിൽ ഉപകാരപ്പെട്ടത്. അതെ, അത് അറബി തന്നെയാണ് ഉപകാരപ്പെട്ടത്. അപ്പോൾ അതിൽ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നീട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയേണ്ടി വരും. ഞാൻ 97 ഞാൻ SSLC പാസ്സായത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എൻ്റെ നാട് എന്ന് പറയുന്നത് വടകര താഴങ്ങാടി പ്രദേശം എന്ന് പറയുന്നത് വളരെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആയ സംഗതിയാണ്. പക്ഷേ ഞാൻ പാസ്സായത് Education കുറവുള്ള ബാക്ക്ഗ്രൗണ്ട് അത് വളരെ കുറവായിരുന്നു. അത് എടുത്തു പറയുകയാണെങ്കിൽ ആ സമയത്ത്, അതിന് തൊട്ട് മുമ്പ് വരെ അവിടെ സ്കൂളിൽ ഒരു 13% 13% മാത്രമേ SSLC റിസൾട്ട് ഉള്ളൂ. അവിടുന്ന് ഈ 97 നമ്മളൊരു ബാച്ച് കുറച്ചൊന്ന് ഇവരവിടുത്തെ അധ്യാപകരും ഇതൊക്കെ ഫീൽഡ് ചെയ്തു. 13%. 13%. എന്നിട്ട് 53% ഞങ്ങൾ 97 ബാച്ചായി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കയറ്റായിരുന്നു സ്കൂൾ. പിന്നെ ഞങ്ങൾ ഒരിക്കലും ബാക്ക് പോയിട്ടില്ല. ഇപ്പോൾ കുറേ വർഷമായിട്ട് നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഈ നമ്മളെ ഇത് വന്നതിന് ശേഷം, ആ സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഫീൽഡ് എന്നുള്ളത്. ഇത് വന്നതിന് ശേഷം ഇപ്പോൾ കുറേ വർഷമായിട്ട് ഫുള്ള് തന്നെയാണ്, 100% നല്ലൊരു ഇതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു വെച്ചാൽ 10ാം ക്ലാസ് പാസ്സായത് പോലും നാട്ടിൽ വലിയൊരു അഭിമാനമായിരുന്നു. 3rd ക്ലാസ്സിൽ പാസ്സായത് പോലും അവിടുത്തെ ആളുകൾക്കൊക്കെ വല്ലാത്തൊരു ഇതായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്കൊരു പരിപാടി വെച്ചു. അപ്പോൾ ഞാൻ തന്നെ കടലോര പ്രദേശത്ത് അന്നത്തെ 2 പേരായിട്ട് പാസ്സായ കൂട്ടത്തിൽ ഞാൻ 3rd ക്ലാസ്സും, എൻ്റെ കൂടെ ഞാനും അവനും എപ്പോഴും ഒന്നിച്ചിട്ട് പഠിക്കുകയും ഒന്നിച്ചിരിക്കുകയൊക്കെ ചെയ്ത അവന് 2nd ക്ലാസ് ആയിരുന്നു. അതൊക്കെ നല്ല അനുഭവമായിരുന്നു. മെഡൽ പോലത്തെ കുറേ സാധനങ്ങൾ അങ്ങനെ കിട്ടുകയൊക്കെ ചെയ്തു, സമ്മാനം തന്നെ. അപ്പം അതിനുശേഷം പിന്നീട് ഞാൻ പഠിക്കണോ വേണ്ടെന്നുള്ളൊരു ശക്തി തന്നെ ആയിരുന്നു, അങ്ങനെ തന്നെ വേണേൽ പറയാം. പക്ഷെ എന്തുകൊണ്ടോ ഉപ്പാൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് ഞാൻ പിന്നീട് ചേന്നമംഗലൂർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോവുകയാണ്. അവിടെ ഞാൻ 6 വർഷം കംപ്ലീറ്റ് ആക്കാൻ പറ്റി എന്നുള്ളതാണ്. അവിടുത്തെ വേറെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഫീൽഡിൽ അങ്ങനെ തന്നെ പറയാം, ദുനിയാവും ആഖിറത്തും തന്നെ വേണേൽ പറയാം. ഇവിടുത്തെയും പരലോകത്തെ തരത്തിൽ തന്നെ ആർട്സ് ആൻഡ് ഇസ്ലാമിക് കോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ AIC കംപ്ലീറ്റ് ആക്കി. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റി. അതിനുശേഷം ഈ ഒരു ഇസ്ലാമിക് കോഴ്സിൻ്റെ, അഥവാ അതും കൂടി അതിൻ്റെ ഒരു ബലത്തിലാണ് പിന്നീട് ഞാൻ കുറച്ച് സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്തിരുന്നത്. അവിടെ നാട്ടിൽ തന്നെ ഒരു ടീച്ചേഴ്സ്, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ശാന്തിനികേതൻ വനിതാ കോളേജ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിരുന്നു കുറച്ച് കാലം. അവിടെ ഞാൻ അറബിക്ക് അതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഞാനിവിടെ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, പേരെടുത്ത് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ജമാൽ നജ്വി സാഹിബ്, ഇങ്ങനെ അദ്ദേഹമാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചത്. അപ്പോൾ പിന്നെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഗൾഫിൽ പോകണം എന്ന് തോന്നാൻ കാരണം? ഗൾഫിൽ പോകണം തുടങ്ങുന്ന അത് അവിടെ ആ സമയത്ത് നിന്നത് കൊണ്ട് കാര്യമില്ല എന്ന് തന്നെ അവിടെ പറയാം. അപ്പം ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് ഉപ്പാൻ്റെ ഒരു അങ്ങനെ തന്നെ വേണേൽ പറയാം, ഉപ്പാൻ്റെ ഒരു നിർബന്ധത്താലാണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പോൾ അതേസമയം ഉമ്മ എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സാമ്പത്തികപരമായിട്ടുള്ള അതാണ് ഉദ്ദേശിക്കുന്നത്. ആ തരത്തിൽ മുന്നോട്ട് പോകാൻ ഉമ്മാക്ക് പ്രയാസമാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ജോലി എന്ന ലക്ഷ്യമായിട്ട് ഉമ്മാക്കുണ്ടായിരുന്നു. പക്ഷെ അതേ സമയം തന്നെ ഞാൻ സ്കൂൾ ഫീൽഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാ ജോലിയും എടുത്തിട്ടുണ്ട്. നാട്ടിൽ തന്നെ സ്കൂൾ അവധിക്കാലത്ത് ഹോട്ടലുകൾ ജോലി ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഇതായിരുന്നു. ഹോട്ടൽ ഫീൽഡ് ഇടക്കാലത്ത് പോയിരുന്നു. അതുപോലെ തന്നെ ജ്യേഷ്ഠന് പിന്നെ ആ സമയത്ത് വടകര അങ്ങാടിയിൽ ഈ ചന്തപ്പറമ്പ് എന്ന് പറയും, ഈ കായ ബനാന വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ മറ്റ് കോയമ്പത്തൂരിൽ നിന്ന് മദ്രാസിൽ നിന്നൊക്കെ കൊലവരൊക്കെ ചെയ്യുന്ന അതുണ്ടല്ലോ, കായ പച്ചക്കറി വേണമെങ്കിൽ പറയാം, വെജിറ്റബിൾ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്
ആ സമയത്ത് അവിടെ സ്കൂളിൽ പോവുകയും, അത് ജ്യേഷ്ഠൻ അവിടെ മുമ്പ് ജോലി ചെയ്തിരുന്നു. ജ്യേഷ്ഠൻ അവിടെ ഇപ്പം ഇല്ല. ആ സമയത്ത് ജ്യേഷ്ഠൻ ജോലി ചെയ്യുന്ന സ്ഥാപനമായതുകൊണ്ട് എനിക്ക് അവിടെ നേരെ കയച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൽ വല്ലാത്ത ഫീൽഡ് എന്ന് പറയുന്നത്, ആ സമയത്ത് ഞാൻ സ്കൂൾ പൂട്ടുമ്പോൾ ഈ ജ്യേഷ്ഠൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വല്ലാത്തൊരു അടുപ്പായിരുന്നു അവിടെ ഉള്ള മുതൽ ആളുകളൊക്കെ ആയിട്ട്. റമദാനിൽ ഞാൻ എന്ത് ചോദിച്ചാൽ ഒരു നോമ്പ് തുറ ജ്യേഷ്ഠനെ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് നമ്മളെ നാട്ടിലുള്ള നൊസ്റ്റാൾജിയ ആയിക്കൊണ്ട് നമ്മൾ പൊരിച്ച കടികളൊക്കെ ഒരുപാട്. അപ്പൊ ഇതൊക്കെ അവർക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് ശരിക്കും ഒരു നോമ്പ് ഒരു ഫീലായിരുന്നു ഈ പറഞ്ഞ ഷോപ്പ്, ഈ പറഞ്ഞ ഷോപ്പിൽ. ഷോപ്പിൽ അപ്പൊ ആ ഒരു ആത്മബന്ധം ഞാൻ ഇവിടെ വരുന്നത് വരെ കീപ്പ് ചെയ്തിരുന്നു. അപ്പൊ അതെനിക്ക് എല്ലാ സമയത്തും ജ്യേഷ്ഠൻ പോയതിനു ശേഷവും ഞാൻ സ്കൂള്, പ്രത്യേകിച്ച് എൻ്റെ 8th 9th 10th ആ സമയത്ത് വരെ ഞാനിങ്ങനെ സ്കൂളിൽ പൂട്ടുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പോകും ജോലിക്ക്. അപ്പൊ അവിടെ എനിക്ക് അത്യാവശ്യം നല്ലൊരു കുറെ കായ കിട്ടും, റോബസ്റ്റ് പഴവും നേന്ത്രപ്പഴം, ഒരുപാട് പഴം കിട്ടും. അതോടൊപ്പം തന്നെ അവരുമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞല്ലോ, നോബിയുമായിട്ട്. പക്ഷെ അത് ഞാൻ ആ സമയത്ത് പോലും വടകരയിലെ നല്ലൊരു സ്ഥാപനമായിരുന്നു. ഞാൻ 10ാം ക്ലാസ് പോയപ്പോൾ അവിടെ 10ാം ക്ലാസ് പാസ്സായപ്പോൾ അവർക്കൊക്കെ ലഡു വിതരണം ചെയ്തു. പക്ഷെ അതും കൂടി മനസ്സിലാക്കണം, ഞാൻ 3rd ക്ലാസ്സാണ്. പക്ഷെ എന്നാൽ പോലും അവർ പോലും വല്ലാത്തൊരു അഭിമാനമായിരുന്നു. ഞാൻ പറഞ്ഞിരുന്ന ആ സമയത്തൊക്കെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു രംഗത്തൊക്കെ തന്നെ വല്ലാത്ത അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓരോ ഫീൽഡിലും ജോലി ചെയ്യാനും കൂടി പറ്റിയിട്ടുണ്ട്. ഒരു പ്രവാസ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു പിന്നെ ഇപ്പൊ കുറച്ചൊരു നിങ്ങളിപ്പം ഒരു 20 എത്ര വർഷമായി പ്രവാസിയായിട്ട്? 2006, ഇപ്പം ഓൾമോസ്റ്റ് 20 വർഷത്തോളം ആയി. ആ തുടക്കകാലത്തുള്ള ഒരു സ്ട്രഗിൾ അതുകൂടി ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളെ നാട്ടില് ഈ വിസ എന്ന് പറയുന്നത് ഇന്നിപ്പോ നമ്മൾ എടുത്തു കൊടുക്കുന്ന മാതിരി ഒരു പ്രിന്റ് എടുത്തിട്ട് സാധനമല്ല. നമുക്ക് ഒഫീഷ്യലായിട്ട് ഒറിജിനൽ തന്നെ കയ്യിൽ വേണം. അപ്പോൾ അത് ഒറിജിനലായിട്ട് തന്നെ നാട്ടിൽ കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ അത് ഒറിജിനൽ വിസ ഇങ്ങനെ ഒരു പ്രത്യേക, അന്നത്തെ വിസ എന്ന് പറയുന്നത് വളരെ ഒരു ഇതാണ്. ഇതിൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അത് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരാൾക്ക് കളിച്ചു കൊടുത്തപ്പോൾ, ഇത് ബഹ്റൈൻ വിസ ആണല്ലോ എന്ന രീതിയിൽ വല്ലാത്ത അദ്ദേഹം പറഞ്ഞു. അതൊരു പ്രത്യേക ഒരു ലാമിനേറ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ആ തരത്തിൽ നല്ലൊരു കട്ടിയുള്ള പേപ്പറിൽ ഒരു ഡബിൾ ഇതിലും ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ആയിട്ടുള്ള. ഞാൻ പറഞ്ഞു വടകര അങ്ങാടിയിലാണ്. വടകര അങ്ങാടി എന്ന് പറയുന്നത് താഴങ്ങാടി എന്ന് പറയുന്നത്. താഴങ്ങാടി എന്ന് പറയുന്നത് ഏകദേശം ഒരു എൻ്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ ഒരു 100-150 മീറ്റർ മുമ്പിൽ ആണ്. അത്രേ ഉള്ളൂ, കടലാണ്. അപ്പൊ ഈ കടലോരാണ്, കടലിന്റെ മുമ്പിൽ തന്നെയാണ്. കടൽപ്പാലം ഉണ്ട്. ഇപ്പൊ അത് പേരിനുണ്ട്, ഇപ്പോഴും കടൽപ്പാലം എന്നാണ് പറയാ. അതിൽ വേറെ എനിക്ക് അഡ്രസ് ഒന്നും വേണ്ടി വരില്ല. ജാസിർ PP നിയർ കടൽപ്പാലം, വടകര പോസ്റ്റ്, ഇത്രയാണ് അഡ്രസ്സ് വേണ്ടിയുള്ളൂ. കാരണം അതിന് വേറെ പിന്നെ നമ്മളിപ്പോൾ നാട്ടിൽ നമ്മൾ ഒന്നും വെക്കേണ്ടതില്ല. ആ ഒരു പോസ്റ്റിൽ എപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്. നമുക്ക് അഡ്രസ്സുകളൊക്കെ വരുമ്പോൾ ഉപ്പാന്റെ പേരാണെങ്കിൽ ഉമ്മന്റെ പേരാണെങ്കിൽ നിയർ കടൽപ്പാലം എന്ന് മതി. അത്രേ ഉള്ളൂ. കാരണം ഓപ്പോസിറ്റ് കടൽപ്പാലം. പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭാഗത്ത് താമസിക്കുന്ന ആളുകളൊക്കെ കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ എനിക്കത് അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഉപ്പ ഒരു സ്ഥാപനത്തിൽ പള്ളിയിൽ മുദരിസ് ടീച്ചറാണ്. അതോടൊപ്പം തന്നെ പള്ളിയിൽ ഇമാമും ഒക്കെ തന്നെയാണ്. ഈ ഒരു നിൽക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ജേർണിയിൽ 6 വർഷം ഡിഗ്രി കഴിഞ്ഞ ശേഷം എനിക്ക് വേറെ എവിടെയും ജോലി നോക്കേണ്ടി വന്നിട്ടില്ല. ഉപ്പ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ തന്നെ, അവിടെ തന്നെ ഞാൻ മദ്രസയിലും സ്കൂളിലും കോളേജിലും ഒക്കെ തന്നെ ടീച്ചിങ് ഫീൽഡിലേക്ക് എനിക്ക് എത്തിപ്പെട്ടു. അത് ഈ ബഹ്റൈനിൽ വരുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഇടക്കാലത്ത് വല്ലാത്തൊരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു ഷെഡുണ്ടായിരുന്നു. ആ ഷെഡിൽ ഞാൻ ഉപ്പ കുറച്ച് ഒരു 500 മീറ്റർ ദൂരത്തുള്ള പള്ളിയിലാണ്. അപ്പോൾ ഉപ്പ കുറച്ച് പ്രായമൊക്കെ അതിന് ശേഷം ഉമ്മ എനിക്കൊരു ബൈക്ക് വാങ്ങിയിരുന്നു. ആ സമയത്ത് നമുക്കൊക്കെ അറിയാം, ബൈക്ക് എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ഇതായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡ്രൈവ് എടുത്തതിന് ശേഷം ബൈക്ക് വാങ്ങി. ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കായിരുന്നു. ആ ബൈക്ക് വാങ്ങുകയും അതിങ്ങനെ പോയി ഉപ്പനെ കൊണ്ടാക്കുകയും, ഞാൻ എൻ്റെ യാത്രകളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ ഷെഡിലാണ് വെച്ചിരുന്നത്. പക്ഷെ ഒരു ഇടക്കാലത്ത് ഒരു 12 മണി 2 മണിക്ക് സമയത്ത്, ആ സമയത്ത് ഞാൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ശാന്തിയിൽ. അപ്പോൾ ഈ ഷെഡ് അടക്കം, വണ്ടി അടക്കം ആരോ കത്തിച്ചു. അപ്പോൾ ഈ ഒരു മിഡ് നൈറ്റ് സമയത്ത് ഞാൻ എനിക്ക് ഇപ്പോഴും വല്ലാത്ത നൊമ്പരായിരുന്നു. അപ്പോൾ ഉമ്മയും ഞാനും വീട്ടിലുള്ളൂ. ഉപ്പ ഉണ്ട്. ഉപ്പ ഒരു ബൈക്ക് ആ സമയത്ത് പള്ളിയിലേക്ക് പോകുന്നത്. ഏകദേശം ഒരു 2 മണി സമയത്താണ് വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് ആളുകളൊക്കെ രാത്രിയിൽ അല്ലാതെ ഒരു അലറി വിളിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എൻ്റെ ബൈക്കും ഷെഡൊക്കെ മൊത്തം കത്തുന്നതാണ് കണ്ടത്. അപ്പം അതിൽ ഞാൻ പിറ്റേന്ന് എനിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടായി. അപ്പോൾ അതിൽ ആ സമയത്ത് സംഭവിച്ച ഒരു വല്ലാത്ത അപജയം എന്ന് പറയുന്നത്, എൻ്റെ RC ബുക്കും ഇൻഷുറൻസും. RC ബുക്ക് എൻ്റെ പേരിലായിരുന്നു, ഇൻഷുറൻസ് ആ വാങ്ങിയ പുള്ളീൻ്റെ പേരിൽ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പക്ഷെ അത് കിട്ടും എന്നുള്ള പ്രതീക്ഷ, ഇൻഷുറൻസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പിന്നെ ഒരു 2-3 വർഷം കോർട്ടുമായിട്ട് ഇങ്ങനെ അതിന്റെ പിന്നാലെ പോവുകയൊക്കെ ചെയ്തെങ്കിലും ഒരു വലിയ നഷ്ടം സംഭവിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നീട് അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാവുകയും അവിടെ നിന്ന് ആ പ്രദേശം തന്നെ മൊത്തം വിട്ടുകയും, പക്ഷെ എന്നാലും ആ ഒരു കടലുമായിട്ടുള്ള ഒരു ആത്മബന്ധം വല്ലാത്തതായിരുന്നു. ഇതെന്റെ ജീവിതത്തിൽ സംഭവിച്ച എന്നെ ഒരു വല്ലാതെ മറക്കാനാവാത്ത ഒരു സംഭവം ആയതുകൊണ്ട് അതിപ്പോഴും വല്ലാത്തൊരു നൊമ്പരമാണ്. പക്ഷെ ഇപ്പൊ ഉമ്മയില്ല, വാപ്പയും ഇല്ല. എന്നാൽ പോലും അതിന്റെ പിന്നാമ്പുറത്ത് ഇപ്പോഴും അത് ഓർമ്മയാണ്. അത് ആരാണ് കത്തിച്ചത്, എന്തിനാ കത്തിച്ചത് എന്നറിയില്ല. ഇല്ല. അപ്പൊ വൈബായിട്ട് തന്നെ പോട്ടെ. വൈബായിട്ട് പോയെന്ന് പറഞ്ഞാൽ വൈബ് ഇപ്പൊ ഇടക്കാലത്തായതാണ്. അതുകൂടി എനിക്ക് പറയേണ്ടതുണ്ടല്ലോ. ഞാൻ ഒരു പേര് നേരത്തെ എൻ്റെ സെൽഫിലേക്ക് നീങ്ങിയപ്പോ ഞാൻ എൻ്റെ പേര് ഞാൻ കുറെയൊക്കെ നോക്കി. ഈ നമ്മൾ പേര് കൊടുക്കുമ്പോൾ മിനിസ്ട്രി അത് എവിടെയെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി. അത് പിന്നെ അവർ പറയാ ട്രേഡ് മാർക്കാണെന്ന് പറയും. എനിക്ക് അങ്ങനെ ഒരു പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പൊ ഞാനത് പെട്ടെന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്തപ്പോൾ എനിക്കൊരു ഫ്രട്ടേണിറ്റി എന്നുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലൊരു മീനിങ് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അതങ്ങ് കൊടുത്തു, ഫ്രട്ടേണിറ്റി ബിസിനസ് സൊല്യൂഷൻ. പക്ഷെ അതുമായിട്ട് അങ്ങ് പോയപ്പോൾ കുറെ ആളുകൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ കുറച്ച് ആളുകൾക്കൊക്കെ, പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ നോൺ ഇന്ത്യൻ ആയ ആളുകൾക്കൊക്കെ എന്തോ ഒരു സംഗതിയാണ് ഇതെന്തോന്ന്. പിന്നെ ഞാനൊന്ന് മാറ്റി പിടിക്കാൻ നോക്കി. അപ്പൊ ഞാൻ എൻ്റെ ഇതിൽ സ്ഥാപനത്തിൽ ട്രാൻസ്ലേഷൻ കൂടി ആഡ് ചെയ്തു. ട്രാൻസ്ലേഷൻ ആഡ് ചെയ്യുമ്പോൾ ഒരു ബഹറിൻ പാർട്ണർ കൂടി വേണം. എൻ്റെ സ്ഥാപനത്തിൽ ബഹറിൻ പാർട്ണറും കൂടിയുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഞാനൊന്ന് പേരൊന്ന് മാറ്റി പിടിച്ചു. ഞാൻ കൊടുത്ത പേര് എന്ന് പറയുന്നത് വൈബാണ്. അപ്പൊ വൈബ് എന്ന് പറയുന്നത് ഇപ്പോഴും ആളുകൾക്ക് ഒരു വൈബായി കിടക്കാണ്. അപ്പൊ അതിലേക്ക് അങ്ങ് നീങ്ങിയപ്പോൾ പിന്നീട് പേര് വൈബ് കൺസൾട്ടൻസി ആൻഡ് ട്രാൻസ്ലേഷൻ എന്നുള്ളതാണ് പേര്. ഇപ്പൊ ഒരു ആളുകൾക്കൊക്കെ അത്യാവശ്യം അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. വൈബിന് എല്ലാവിധ ആശംസകളും. അടുത്ത ലെവലിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്. താങ്കളുടെ ഇന്റർവ്യൂവും വലിയ സന്തോഷമുണ്ട്. കുറെ കാലത്തിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ, പ്രത്യേകിച്ച് നിങ്ങൾ എൻ്റെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എൻ്റെ സ്ഥാപനത്തെ പറ്റി അറിയാൻ സാധിച്ചു. അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എൻ്റെ ഫ്യൂച്ചർ പ്ലാനൊക്കെ നിങ്ങൾ ചോദിച്ചു. അതിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയത് അതിനേക്കാൾ സന്തോഷം. താങ്ക് യു വെരി മച്ച്.